ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്നൊരു നോൺ ഫിൽറ്റേർഡ് കോളേജ് ഡേ കാണാം. അതായത് ഇന്ന് ഫുള്ളും ഞാൻ ഓൺ വോയിസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓക്കെ, 2 ബസ് കയറി പോകേണ്ടത് എൻ്റെ അമ്മ ഒറ്റ ബസ്സാക്കിയിട്ട് ചുരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു പാട്ട് ആസ്വദിച്ച് വരുമ്പോഴേക്കും അങ്ങോട്ട് മാറ്റിക്കളയാന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ കോളേജിലോട്ട് നടന്നു. അതിനുശേഷം കോളേജ് എത്തി. പിന്നെ ഇതാ ഇവളാണെങ്കിൽ ഭയങ്കര നാണമാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഹിന്ദിക്കാരില്ലാത്തവരോട് പോകാൻ പറഞ്ഞിട്ട് കുറച്ച് കൊടുത്താൽ മതി. ഈ ടവർ പിടി, ഈ ടവറാണ് എല്ലാവരും. ഇത് പിന്നെ എല്ലാവരും അവരവരുടെ പണിയും നോക്കി നിൽക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സിൽ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരായി ഗൈസ്. അപ്പം ഇത് ഇവരറിയാതെ എടുത്ത ഒരു വീഡിയോ ആണ്. ഒരാൾ വീഡിയോ എടുക്കുന്നത് കണ്ടതും അങ്ങോട്ട് തലതിരിച്ചു, വേറൊരാളാണെങ്കിൽ പ്ലീസ് കാണിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പാതി വഴിയിലായി ഗൈസ്. നമുക്ക് ഒത്തിരിയുടെ ഒരു ചെറിയൊരു പാട്ട് കേട്ടാലോ? ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള 2 പീരീഡും ഞങ്ങൾക്ക് ഫ്രീ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോടത്ത് ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് വന്നത് ഞങ്ങൾ മുത്തശ്ശിമരം അവിടെ അങ്ങോട്ടായിരുന്നു. ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ്. അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ശരി എന്നാൽ പുറത്ത് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. ഓരോ ആൾക്കാരും ഓരോരോ വഴിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളിതാ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇവിടെ കയറിയിട്ടോ. അങ്ങനെ വളരെ വിജയകരമായിട്ട് ഞങ്ങൾ മെനു എല്ലാം വൃത്തിക്ക് പഠിച്ചു വെച്ചു. ഇത് പറഞ്ഞാണ് ഗൈസ്. ഞങ്ങളിവിടെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടറിയാൻ, നല്ല കാലുവേദനയുണ്ട്. അവസാനം വൈബടിക്കാൻ പറ്റിയ എപ്പോഴത്തെയും ഞങ്ങളുടെ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഐ സ്പോട്ട് അടിപൊളിയാണ്. ഇവിടെ എന്താ പറയുക, നല്ല ആംബിയൻസും അടിപൊളിയാണ്. അതുപോലെ ഇവിടുത്തെ ഐസ്ക്രീം ഫ്ലേവേഴ്സും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ഇങ്ങനെയാണ്, ഓരോ ആൾക്കാർ ഓരോരോ ഫ്ലേവർ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. എന്നിട്ട് ഇവർ കഴിക്കാത്ത ഫ്ലേവേഴ്സ് എടുക്കും. എന്നിട്ട് ഇതുപോലെ ഓരോരോ ആൾക്കാരായിട്ട് അയ്യോ ഇതല്ലേ അതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ പിന്നെ കുറേ നേരം സംസാരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് തന്നെ, എല്ലാവരും വെറൈറ്റി ഫ്ലേവേഴ്സ് ആയിരിക്കും, കഴിക്കാത്ത ഫ്ലേവേഴ്സാണ് എടുക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാ ഫ്ലേവറും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓരോരോ ഫ്ലേവർ ഇങ്ങനെ മാറ്റി പിടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഇതവിടുത്തെ മിററൊക്കെ കണ്ടാൽ നമ്മൾ പിന്നെ വിടൂലല്ലോ, അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ക്ലാസ്സിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോവാണ്. അവിടെ സീനിയേഴ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോള് വന്നു. ഒക്കെ ഞങ്ങൾ സീനിയേഴ്സിനെ നോട്ടപ്പുള്ളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 6 പേരുണ്ട്. ഞാനാണ് മെയിൻ എന്നാണ് പറയുന്നത്, പക്ഷെ ഞാനല്ല. ഇവിടെ സീനിയേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ വരുന്നത് ഭയങ്കര പ്രശ്നമാണെന്നറിയാം, പക്ഷേ അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് അൺഫിൽറ്റേർഡ് ആണ്. കുറച്ചൊക്കെ ഞാൻ വോയിസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾക്ക് പപ്സും ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പോയി. അങ്ങനെ വളരെ വിജയകരമായി ഞങ്ങൾ ട്രഷർ ഹണ്ടിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് 14 ഗ്ലൂ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 12 ഗ്ലൂ വളരെ വിജയകരമായി എടുത്തു. പക്ഷെ അപ്പോഴേക്കും ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കുറേ പേര്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. വിജയകരമായി സീനിയേഴ്സ് ജയിച്ചിരിക്കുന്നു. ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ തോറ്റിരിക്കുകയാണ്. അതെ, പക്ഷെ ഞങ്ങൾ 10, 11, 12 ഗ്ലൂവും കിട്ടി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തോറ്റു. ഇനി ഒന്നും കാര്യമില്ല. ഞങ്ങൾ 10, 12 ഗ്ലൂ ആയപ്പോൾ തന്നെ ഒന്ന് പോയി അന്വേഷിക്കാന്ന് വെച്ചാൽ അന്വേഷിച്ച് അപ്പം തന്നെ ഒരാൾ ജയിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ക്ലാസ്സിലോട്ട് വന്നിട്ടുണ്ട്. ഷഹീറെ ഹായ് കാണിക്കി. പിന്നെ ഇവന്മാർ ഫ്രീ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇവന്മാരെയും കൂടെ കൂട്ടിയിട്ട് 2-3 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. ഞാൻ അതിന് പോയി. അവസാനം ഞാനിതാ എൻ്റെ വീട്ടിലോട്ട് നടക്കുകയാണ് ഗൈസ്. ഞാൻ ചെറുതായിട്ട് ബസ്സൊന്ന് മാറിക്കയറി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 ബസ് കയറേണ്ടി വന്നു. അവരാണെങ്കിൽ പൈസ കൊടുത്താൽ തിരിച്ചു തന്നില്ല, മാറി കയറിയതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പിന്നെ അവസ്ഥ കൊണ്ട് 4:45 എത്തണ്ട ഞാൻ. വീടെത്തുമ്പോൾ 5 മണി ആവും. 1 മണിക്ക് കോളേജ് വിട്ടിട്ട് 5 മണിക്ക് എത്തുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. സാരില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറി കയറണ്ടേ, ജോലി അടിക്കണ്ടേ അല്ലേ.
അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ നേരെ പോയി ഗായ്സ്. അപ്പം ഞാൻ എന്താ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മറ്റേ നമ്മുടെ പിൻഡോലയുടെ പീനട്ട് ബട്ടറും കൂടെ, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല, ചെറുതായിട്ടൊന്നും മാറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റും അല്ല. അത് കാര്യമില്ല, നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. പീനട്ട് ബട്ടർ തന്നെയല്ലേ, തിന്ന് തീർക്കാമല്ലോ. പിന്നെ അതെന്താ വീട്ടിൽ വന്ന് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ. ഇനി എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം. ബൈ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. ബൈ ബൈ.